വിജയികളായ വിക്രമും കവിനും വേദിയിലേക്ക് വന്നോളൂ. മാഡം, നമ്മുടെ ഈ മോളിന് വേണ്ടിയും ബെസ്റ്റ് ഫാദർ ആൻഡ് സണ്ണിന് വേണ്ടിയും ഈ അവാർഡും കൂടി അവർക്ക് കൊടുത്തേക്കും. ഇനി ഒരു വായ കൂടി. വാശി കാണിക്കുവല്ലേ? വാ കാണിക്ക. നില, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? ആ, കഴിഞ്ഞ ആന്റി. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എങ്ങനെ? ഓക്കെയാ അല്ലെങ്കിൽ മോശമായിരുന്നോ? അത് സൂപ്പർ ആയിരുന്നു ആന്റി. അപ്പൊ നിലമോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി തരാം. ഓക്കെ? എനിക്ക് ഡബിൾ ഓക്കെ. സോ ക്യൂട്ട്. വിജയ്, വിജയലക്ഷ്മി, വിജയ് വാങ്ങിച്ചോ. എന്താ സാർ ഇത്? മോളെ സ്കൂളിൽ ചേർക്കാനുള്ളതല്ലേ, അതിന് അടുത്തുള്ള സ്കൂളിൽ പോയി ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ട് വന്നതാ. ഈ സ്കൂളിലെ ഫീസ് ഭയങ്കര കുറവാ. നിങ്ങളുടെ അവസ്ഥയ്ക്ക് പറ്റിയ സ്കൂളാന്നേ. നാളെ നമുക്ക് രണ്ടുപേർക്കും പോയി മോളെ സ്കൂളിൽ ചേർത്തിട്ട് വരാം. ഓക്കെ അല്ലേ? നിങ്ങൾ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ തന്നെ പോയിക്കോളാം. അയ്യേ, ഇതിലൊക്കെ എന്താ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലൊക്കെ ചെയ്യണ്ടേ? മോളുടെ അമ്മയായിട്ട് നിങ്ങള്, ഗാർഡിയനായിട്ട് ഞാനും വരാം. മോളുടെ പഠിപ്പല്ലേ പ്രധാനം. മോളെ, മോൾക്ക് വേണ്ടി ചോക്ലേറ്റ് വാങ്ങിച്ചതാ, പിടിക്കും. എനിക്ക് വേണ്ട. അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ, വാങ്ങിച്ചോ, കുഴപ്പമില്ല. തെറ്റിദ്ധരിക്കരുത്, അവള് ആരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങാറില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ. അങ്കിൾ എന്ത് തന്നാലും അത് മോള് വാങ്ങിക്കണം. ഞാൻ വേണമെങ്കിൽ അവിടെ വെച്ചോളാം. മോൾക്ക് എപ്പോ തോന്നുന്നോ അപ്പൊ എടുത്ത് കഴിച്ചാൽ മതി. ശരി വിജയ്, എന്നാ പിന്നെ ഞാൻ ഇറങ്ങാ. നാളെ മോളെ സ്കൂളിൽ ചേർത്തിട്ട് അതിനുശേഷം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ശരി. എന്നാ പോട്ടെ ചക്കരെ. ഇറങ്ങട്ടെ. വിജി, ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ലല്ലോ? പറയൂ പ്രിയ. ഇയാളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാന്ന് തോന്നുന്നു. ഇവന്റെ സംസാരം അത്രയ്ക്ക് ശരിയല്ല. ഞാൻ ഇവനെ പറ്റി അടുത്ത വീട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാനൊരു സൂചന നൽകുന്നത്. ശരി പ്രിയ, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ നിലയെ ചെന്നൈയിൽ തന്നെ നമ്പർ 1 സ്കൂളിൽ ചേർത്തണമെന്ന് ആഗ്രഹം. ഇവിടെ ഏതാ നല്ല സ്കൂൾ? ഒരു CBSE സിലബസിലെ സ്കൂളുണ്ട്. എഡ്യൂക്കേഷൻ ലെവലും ക്വാളിറ്റിയും സൂപ്പറാ. വലിയ വലിയ ആൾക്കാരുടെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നത്. ഓക്കെ. ഇന്നെന്തിനാ അച്ഛൻ സ്കൂളിലേക്ക് വരുത്തിയെന്നറിയാവോ? എന്തിനാടാ? കഴിഞ്ഞ ദിവസം അച്ഛമ്മ സ്കൂളിൽ വന്ന് പ്രിൻസിപ്പലിനായിട്ട് ചേർന്ന് എനിക്ക് പണിഷ്മെന്റ് തരാൻ പ്ലാൻ ചെയ്തതാ. എന്താണ് ചെയ്തത്? ഇവനെ വെറുതെ വിടരുത്, എപ്പോഴും എൻഗേജ്ഡ് ആക്കണം.
8 hours എഴുതാനും വായിക്കാനുള്ള ടാസ്കുകൾ കൊടുക്കണവന്. എന്നാൽ അവന്റെ കുരുത്തക്കേടിനൊക്കെ മാറ്റമുണ്ടാവും. ഇങ്ങനെയാണോ അച്ഛമ്മ പ്രിൻസിപ്പാളോട് സംസാരിച്ചത്? അതെ അച്ഛാ. ഇനി എപ്പോഴെങ്കിലും അച്ഛമ്മ എന്നെ സ്കൂളിൽ വിടാമെന്നാ ആ പ്രിൻസിപ്പളിനായിട്ട് ചേർന്ന് എനിക്ക് കൂടുതൽ പണിഷ്മെന്റ് വാങ്ങിച്ചു തരാണ്ടിരിക്കാൻ വേണ്ടിയാ അച്ഛനെ വിളിച്ചോണ്ട് വന്നത്. അച്ഛൻ വന്ന് പ്രിൻസിപ്പളിനടുത്ത് നല്ല ഫോഴ്സ് ആയിട്ട് സംസാരിക്കേ. ഒന്ന് വേഗം വാ അച്ഛാ, ഇങ്ങോട്ട് വാ.